അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലായിത്തിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ശക്തമായ വ്യോമാക്രമണമാണ് നിലവിലെ പ്രകോപനത്തിന് പെട്ടെന്നുള്ള കാരണം. വൻ നാശനഷ്ടങ്ങളാണ് ഈ ആക്രമണത്തിൽ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തെ വെറുതെ വിടില്ലെന്ന പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയതോടെ മേഖലയിൽ ആശങ്ക ഇരട്ടിച്ചു. അമേരിക്കൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കടുത്ത ഭാഷയിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചത്. അമേരിക്കയ്ക്ക് നേരെ വളരെ കൃത്യവും ഭയപ്പെടുത്തുന്നതുമായ ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. സുരക്ഷിതമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രദേശം വിട്ട് പുറത്തു പോവുക എന്നായിരുന്നു അരാഗ്ചിയുടെ വാക്കുകൾ. ഇറാന്റെ പരമാധികാരത്തിനു മേൽ കൈവച്ച അമേരിക്കൻ സൈന്യത്തിന് ഇനി മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തോടെ തുടരാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ടെഹ്റാൻ കൈമാറുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാരം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലെന്നാണ് നിലവിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ കരുത്തരായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇതിനകം തന്നെ തിരിച്ചടി ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും താവളങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈലുകൾ വൻതോതിൽ വിക്ഷേപിച്ചതായാണ് റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നത്. അതേസമയം തെക്കൻ ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ സ്ഫോടന പരമ്പരകൾ ഉണ്ടാകുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇപ്പോഴും സംഘർഷം പുകയുകയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വ്യോമാക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണോ അതോ ഇറാന്റെ പ്രത്യാക്രമണത്തിന് അമേരിക്ക നൽകുന്ന മറുപടിയാണോ ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമല്ലെങ്കിലും സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണ്. വളരെ പെട്ടെന്നല്ല ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടലെടുത്തത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന തർക്കങ്ങളുടെയും ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളുടെയും തുടർച്ചയാണിത്. അമേരിക്കയുടെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാര്യങ്ങൾ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെ വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും നിരന്തരമായി പരസ്പരം ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിന് പകരമായി ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനികയാസ്തികളെ തന്നെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക വലിയ രീതിയിലുള്ള വ്യോമാക്രമണം ആസൂത്രണം ചെയ്തത്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാന്റെ സ്വാധീനം ദുർബലപ്പെടുത്തുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കം ഒരു കാലത്തും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിലാണ് ഈ പോരാട്ടം നടക്കുന്നത് എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആഗോള വിപണിയിലേക്കുള്ള എണ്ണയുടെ വലിയൊരു പങ്കും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു സ്ഫോടനം പോലും ലോകമെമ്പാടുമുള്ള ഇന്ധന വിലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും നിമിഷ നേരം കൊണ്ട് ബാധിക്കാൻ കെൽപ്പുള്ളതാണ്. തങ്ങളുടെ സൈനികർക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തിനും ഇരട്ടി ശക്തിയോടെ മറുപടി നൽകുമെന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റും പെന്റഗണും. ഇറാന്റെ ഭീഷണികൾക്ക് മുൻപിൽ പിന്മാറില്ലെന്നും മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വാഷിംഗ്ടൺ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനായി കൂടുതൽ യുദ്ധക്കപ്പലുകളും അത്യാധുനിക ആയുധങ്ങളും മേഖലയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും അമേരിക്ക സജീവമാക്കിയിരിക്കുകയാണ്. മറുവശത്ത് തങ്ങളുടെ പ്രാദേശിക സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകളെ കൂടി ഈ പോരാട്ടത്തിലേക്ക് ഇറക്കാൻ ഇറാൻ മടിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മേഖലയിലുള്ള അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ ഇസ്രയേൽ ഉൾപ്പെടെയുള്ളവർക്കും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാക്കേണ്ടി വരും. ഇത് മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു മഹാവിപത്തായി മാറിയേക്കാം. നിലവിലെ സാഹചര്യത്തിൽ ഇരുപക്ഷവും ഒത്തുതീർപ്പിന് യാതൊരു സൂചനയും നൽകുന്നില്ല. ഡിപ്ലോമാറ്റിക് ചർച്ചകൾക്കുള്ള വാതിലുകൾ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞ മട്ടാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇരു രാജ്യങ്ങളോടും ആത്മസംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ നിന്നും വരുന്ന വാർത്തകൾ ഒട്ടും ശുഭസൂചകമല്ല. അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും മിഡിൽ ഈസ്റ്റിൽ നിന്നും തുരത്തുക എന്നത് ഇറാന്റെ കാലങ്ങളായുള്ള പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പുതിയ പ്രസ്താവനയും വിരൽ ചൂണ്ടുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ്. അമേരിക്കൻ സാന്നിധ്യം ഈ മേഖലയിൽ തുടരുന്നിടത്തോളം കാലം സമാധാനം ഉണ്ടാകില്ലെന്നാണ് ഇറാൻ വാദിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ ഈ പ്രതിസന്ധിയിൽ വളരെ നിർണായകമാണ്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ താവളങ്ങളിൽ എത്രത്തോളം ആഘാതമുണ്ടാക്കി എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത നീക്കങ്ങൾ. അമേരിക്ക ഇതിന് ശക്തമായി തിരിച്ചടി നൽകാൻ മുതിർന്നാൽ ഇത് മിഡിൽ ഈസ്റ്റിനെ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
ലോകം മുഴുവൻ ഇപ്പോൾ അതീവ ആശങ്കയോടെയാണ് ഹോർമുസ് കടലിലേക്ക് ഉറ്റുനോക്കുന്നത്.